അമേരിക്കയാണ്. നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ശതകോടീശ്വരൻ. ചരിത്രത്തിൽ അമേരിക്ക 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്ത ഒരേ ഒരു ഭരണാധികാരി അല്ല, ഒരേ ഒരു അമേരിക്കൻ പൗരൻ, അത് ഡൊണാൾഡ് ട്രംപാ. ശതകോടീശ്വരനാണ് അയാൾ. ഇന്ത്യയില് ഗുജറാത്ത് സംസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ 3 ചാർട്ടേഡ് വിമാനമാ വന്നത്. ഒന്നില് ഡൊണാൾഡ് ട്രംപ് വന്നു, രണ്ടാമത്തതില് മൂപ്പർക്ക് ആവശ്യമായ കിച്ചൺ സംവിധാനം വന്നു, രണ്ടാമത് വന്ന ഫ്ലൈറ്റിൽ ടോയ്ലറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും വന്നു, വാഷിംഗ് മെഷീൻ അടക്കം വന്നു. ഇതെല്ലാം ലോകത്തെവിടെ പറന്നുയർന്നാലും അവിടെയൊക്കെ തനിക്ക് കുടിക്കാനും ഉടുക്കാനും മലമൂത്ര വിസർജനം ചെയ്യാനുമുള്ള സംവിധാനങ്ങളുമായി ആകാശപാതകളിലൂടെ പറന്നു നടക്കുന്ന ശതകോടീശ്വരനായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ന്യായമായും ലോകം മുഴുവനും ഒരു പ്രതീക്ഷ വെച്ചു. ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ കടന്നു വരുമ്പോ മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെന്യാമിൻ നെതന്യാഹുവിന്റെ മുമ്പിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ചെന്നിട്ട് പറയുന്നു, ഞാനൊരു സയനിസ്റ്റ് ആണത്രേ, ഞാനും ഒരു സയനിസ്റ്റാണ്. വിമാനവാഹിനി കപ്പലുകൾ കൊടുത്തുവിട്ടു. നിങ്ങൾ അറിയണം അമേരിക്ക എങ്ങനെയാണ് ഇസ്രയേലിനോടൊപ്പം നിൽക്കുക. എന്റെ കറ്റാനത്തും ചൂനാടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രൈസ്തവ സഭ, അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ, ഇസ്രയേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാരുടെ പേര് കേൾക്കുമ്പോ ശാപവാക്കാ പറയുക. ഇസ്രയേൽ പ്രതിനിധാനം ചെയ്യുന്ന ജൂതന്മാര് അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനികളെ കേൾക്കുമ്പോൾ അവരും ശാപവാക്കാ പറയുന്നത്. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. കാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറാ അലാ ശൈ. ജൂതന്മാര് പറയുന്നു. ഏത് ജൂതന്മാര്? ഇസ്രയേലിന്റെ ജൂതന്മാര് പറയുന്നു അമേരിക്കക്കാരാകുന്ന ക്രിസ്ത്യാനികൾ ഒരു ചുക്കുമല്ല. വഖാലത്തിൻ നസാറാ ലൈസത്തിൽ യഹൂദു അലാ ശൈ. അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്ത്യാനികൾ പറയുന്നു ജൂതന്മാരൊരു ചുണ്ണാമ്പുമല്ല. ഇത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേച്ച് ആദർശത്തിൽ വൈരുദ്ധ്യ സമീപനങ്ങളുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്രയേലും അമേരിക്കയും ഫലസ്തീനിലെ പാവപ്പെട്ട മക്കളെ തകർക്കാനും മുസ്ലിം സമുദായത്തെ കൊന്നെടുക്കാനും ഇവര് മച്ചമ്പിമാരാണ്, ഇവരളിയന്മാരാണ്. അവർ ആദർശപരമായിട്ടുള്ള വൈവിധ്യവും വൈരുദ്ധ്യവും മാറ്റിവെച്ചിട്ട് അവർ ഒറ്റക്കെട്ടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ആദർശപരമായി ഒരിക്കലും ഒരുമിച്ച് പോകാത്ത വൈരുദ്ധ്യമായ സമീപനങ്ങളും നിലപാടുകളും ഉള്ളവരായിരിക്കവേ ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ഫലസ്തീൻ മക്കൾക്കെതിരെ ശക്തമായി നിലകൊള്ളുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് നമുക്ക് അവരെ ഭീകരന്മാരായി കാണാൻ കഴിയുക? ബാങ്ക് വിളിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഒരിക്കലും ആദർശപരമായിട്ട് അവർക്ക് ഒരുമിക്കാൻ കഴിയില്ല. പക്ഷേ അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ ഒറ്റക്കൈയാണ്, ഒരുമിച്ച് നിൽക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ ഫലസ്തീൻ മക്കൾ എല്ലാ നിലയിലും ഒറ്റപ്പെടുമ്പോൾ, ഗസയിൽ നിന്ന് വരുന്ന രോദനങ്ങൾ, ഗസയിൽ നിന്ന് വരുന്ന കണ്ണുനീരിന്റെ പുഴകൾ, അവരുടെ ചോരച്ചാലുകൾ നമുക്ക് എങ്ങനെയാണ് കാണാതിരിക്കാൻ കഴിയുക? മനുഷ്യത്വപരമായി സത്യസന്ധമായി ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസും ഫോട്ടോസും കാണാൻ സഹോദരങ്ങളെ നമ്മുടെ മനസ്സാക്ഷിക്ക് കഴിയില്ല. നമുക്കത് താങ്ങാൻ പറ്റാത്തതാണ്. മക്കളുള്ള രക്ഷകർത്താക്കൾക്ക്, പാരന്റ്സിന് ഒരിക്കലും അതൊന്ന് കണ്ടു തീർക്കാൻ കഴിയില്ല. കാരണം അത്രയും വളരെ വിഷമകരമായ കാഴ്ചകളാണ്, ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നമ്മൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും, ഏതെല്ലാം രീതിയിൽ നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ഈമാനികമായ ആവേശത്തിൽ ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളോട് ഈ ലോകത്ത് വേറെ ഏത് രാജ്യത്തുള്ള ആളുകളാണെങ്കിലും ഒരിക്കലും തുലനം ചെയ്യുമ്പോൾ അജഗജാന്തര വ്യത്യാസമാണ്. നമുക്ക് അവരോടൊപ്പം ചേരാൻ കഴിയില്ല. അത്രയും വലിയ ഈമാനാണ് അവർക്കുള്ളത്. മുകളിലൂടെ മിസൈൽ പറന്ന് നടക്കുക, മുകളിലൂടെ ഇങ്ങനെ അമേരിക്ക കൊടുക്കുന്ന, ഇസ്രയേൽ കൊടുക്കുന്ന, ബ്രിട്ടൻ കൊടുക്കുന്ന, സൈന്യത്തിന് സമ്മാനിക്കുന്ന സംഹാര ശേഷിയുള്ള മിസൈലുകൾ ഇങ്ങനെ പറന്നു നടക്കുമ്പോൾ
പാർക്കുകളിൽ ഇരുന്ന് അവിടുത്തെ കുഞ്ഞുമക്കള് ചിത്രരചന മത്സരം നടത്തി കളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? വീടുകളിൽ നമ്മുടെ മക്കള് കളിക്കാറുണ്ട്, സ്റ്റുഡന്റും ടീച്ചറും കളിക്കാറുണ്ട്. അതുപോലെ തന്നെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കാറുണ്ട്. ഫലസ്തീന്റെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള പ്രിയപ്പെട്ട മക്കള് കളിക്കുന്നത്, അവർ ഒരു തുണിയിൽ, ഒരു വലിയ തുണിയിൽ ഒരു കുഞ്ഞിനെ കിടത്തിയിട്ട് 4 ഭാഗത്ത് നിന്ന് കുഞ്ഞുമക്കള് പിടിച്ചിട്ട് അവർ കളിക്കുന്ന കളി കണ്ടിട്ട് എന്താണ് ഈ കളി എന്ന് ചോദിക്കുന്ന ഇന്റർവ്യൂ വിദഗ്ധരോട് പറയുന്നത്, ഞങ്ങൾ ടീച്ചറും കുട്ടിയും കളിക്കുന്നതല്ല, ഞങ്ങൾ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നതല്ല, ഞങ്ങൾ കളിക്കുന്നത് ശുഹദ കളിക്കുകയാണ്, രക്തസാക്ഷിത്വം ഞങ്ങൾ കളിക്കുകയാണ്. കാരണം അവർക്കൊരിക്കലും ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവർക്ക് രക്തസാക്ഷിത്വം. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ മക്കളുടെ നെഞ്ചത്ത് പേരെഴുതുകയാണ്. രക്ഷകർത്താക്കൾ പറയുന്നത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഏതാണ് ഈ കുഞ്ഞെന്നറിയാതെ ഒരു കുഴിമാടത്തിൽ കൊണ്ടുവന്ന് ഒരുമിച്ചടക്കുന്നതിനേക്കാൾ എന്റെ മകന്, എന്റെ മകൾക്ക് ഒരു ഖബറെങ്കിലും ഫലസ്തീന്റെ മണ്ണിൽ അടയാളപ്പെടുത്തപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇപ്പോഴേ രക്ഷകർത്താക്കൾ മാഞ്ഞു പോകാത്ത മഷി കൊണ്ട് മക്കളുടെ നെഞ്ചത്തും തൊടയിലും കൈത്തണ്ടയിലും പേര് കുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 11ഓളം വരുന്ന കുടുംബക്കാര് മരിച്ചുപോയൊരു മനുഷ്യൻ, 11ഓളം വരുന്ന കുടുംബക്കാര് മരിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ സർവരും നഷ്ടപ്പെട്ട്, ഇതുവരെയുള്ള മുഴുവൻ സ്വത്തും അപഹരിക്കപ്പെട്ട്, വീടുകൾ തകർത്തെറിയപ്പെട്ട്, ആ സഹോദരൻ മോർച്ചറിയിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ ജനാസ കാണാൻ വേണ്ടി പോകുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരനെ ഡോക്ടർമാർ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക എന്ന് ആശങ്കയിൽ ആ പ്രിയപ്പെട്ട സഹോദരനെ ഹസ്തദാനം ചെയ്ത് ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ച് ആ സഹോദരനെ ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് 11ഓളം വരുന്ന കുഞ്ഞുമക്കളടക്കമുള്ള തന്റെ കുടുംബത്തിൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ചവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ ദീനിന്, പിറന്ന നാടിന്റെ മോചനത്തിന്, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആദ്യത്തെ രക്തസാക്ഷികളല്ല ഇവർ, അവസാനത്തെ രക്തസാക്ഷികളുമല്ല, ഇതിനിടയിൽ വന്ന കുറച്ച് രക്തസാക്ഷികളായി കിടക്കുന്നത്. എന്നെ നിങ്ങൾ എന്തിനെ ആശ്വസിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഫലസ്തീനി യുവാവ്. ആലോചിച്ചു നോക്കൂ, കാല് സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് ഫലസ്തീനിലെ ഒരു കുഞ്ഞിനെ, 6 or 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അൽ-ശിഫ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വൈദ്യുതി വിച്ഛേദിച്ചിട്ട് അവിടെ കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ മൊബൈലിലെ പ്രകാശത്തിൽ ഡോക്ടർ തുന്നി ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അനസ്തേഷ്യയുടെ മരുന്നില്ല. മരുന്ന് കൊണ്ടുവരുന്ന 200ഓളം വരുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തിയിട്ട് തീ വെച്ച് നശിപ്പിച്ച കിരാതന്മാരുടെ ആ നടപടിക്ക് ഫലസ്തീനിൽ അൽ-ശിഫ ഹോസ്പിറ്റലില് 18 വയസ്സുള്ള ഒരു പൊന്നുമോന്റെ കാലിൽ സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് കത്രിക കൊണ്ട് പച്ച ശരീരത്തെ വെട്ടിമാറ്റുന്ന ഡോക്ടറുടെ മുമ്പിൽ ആ കുഞ്ഞ് നിലവിളിച്ചില്ല. നിങ്ങളുടെയൊക്കെ മക്കളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തോളത്ത് കിടത്തിയിട്ട് ആ കുഞ്ഞിന് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോ സിറിഞ്ച് വെക്കുന്ന, സൂചി വെക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരയുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്. ഫലസ്തീനിലെ 8 വയസ്സുള്ള പൊന്നുമോന്റെ കാലിൽ പച്ച ശരീരത്തിൽ അനസ്തേഷ്യ ഇല്ലാതെ കത്രിക വെച്ച് ശരീരത്തിന്റെ തൊലി മുറിച്ചു മാറ്റുമ്പോൾ ഒന്ന് നിലവിളിക്കാതെ ആ പൊന്നുമോൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതുന്നു, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർന്ന വീടിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ഫലസ്തീനി യുവാവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് സങ്കടാകുന്നില്ലേ? ആ സമയത്ത് നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടുണ്ടാക്കിയ കെട്ടിട സമുച്ചയത്തിന്റെ മുമ്പിലിരുന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ മറുപടി കൊടുത്തത്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ജീവനഷ്ടം കൊണ്ട്, കുടുംബത്തിന്റെ നഷ്ടം കൊണ്ട്, വിളകളുടെ നഷ്ടം കൊണ്ട്, കാർഷിക നഷ്ടം കൊണ്ട്
ഭയം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ നേരിടുന്നവർക്ക് സുവിശേഷം അറിയിക്കൂ നബിയെ, അവർക്ക് സ്വർഗമുണ്ടെന്ന് പറയൂ നബിയെ എന്ന് വരുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് ആ ഫലസ്തീനി യുവാവ് തന്റെ ഇടത്തോടെ മറുപടി കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹമാസിന്റെ നേതാവിന്റെ മുമ്പിൽ വന്നിട്ട് അമേരിക്ക ഇസ്രയേലിന് വിമാനവാഹിനി കപ്പൽ കൊടുത്തല്ലോ, നിങ്ങളത് അറിഞ്ഞില്ലേ എന്ന് ഹമാസിന്റെ നേതാവിനോട് ചോദിക്കുമ്പോ, ഏത് ഹമാസിന്റെ നേതാവ്? ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഫലസ്തീനികൾക്കെതിരെ നടന്ന പത്രപ്രവർത്തനങ്ങൾ ഉണ്ടായത്. ലോക രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫലസ്തീന് ശക്തമായി എതിർത്തുകൊണ്ട് പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തിയത് ഇന്ത്യയിലെ പത്രങ്ങളാണ് എന്ന് കണക്ക് പുറത്തു വരുന്നു. ഏത് ഇന്ത്യ, ഏത് സംസ്ഥാനം, ഏത് കേരളം? കേരളത്തിലെ മുത്തശ്ശി പത്രങ്ങളില്ലേ? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, സായാഹ്നത്തില് പ്ലക്കാർഡും പിടിച്ച് ഈ ഇസ്രയേലിന്റെ കിരാത നടപടിക്കെതിരെ ശക്തമായ നിലയിൽ റാലിയിൽ പങ്കെടുക്കുന്ന ആളുകൾ. ഇവിടെ പിന്നെ പൊതുസമ്മേളനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ പറയാണ്, യാതൊരു നിലയിലുള്ള പ്രതിഫലവും ആഗ്രഹിക്കാതെ മണിക്കൂറുകളായി ഈ സരസിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ചൂനാട്ട ജനതയോട് എനിക്ക് പറയാനുള്ളത്, അല്പമെങ്കിലും നിങ്ങൾക്ക് അഭിമാനത്തോടെ ഞാൻ ഫലസ്തീൻ മക്കളോടൊപ്പമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് അഭിമാനമുണ്ട് എങ്കിൽ, അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മനോരമ പത്രം ബഹിഷ്കരിക്കണം, മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കണം. എന്തുകൊണ്ട്? ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന, ഭീകരവാദികളെന്ന് വിളിക്കുന്ന പത്രപ്രവർത്തകരോട്, പത്രക്കാരോട് നമുക്ക് പരമപുച്ഛം മാത്രമേ നമ്മൾ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ. അത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തുകയാണ്. കേരളത്തിൽ സദ്ദാം ഹുസൈൻ തൂക്കിക്കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മനാടാകുന്ന തിക്രീത്തിൽ നടന്നതിനേക്കാൾ ഏറ്റവും വലിയ സമരം നടന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ സെക്രട്ടേറിയറ്റ് നടയില്ല. തിക്രീത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നടന്നതിനേക്കാൾ കൂടുതൽ സമരം നടന്നത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ്. ആ കേരളം ഉൾപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഫലസ്തീനെതിരായിട്ട്, ഇസ്രയേലിന് അനുകൂലമായിട്ട് പത്ര വാർത്തകൾ വരുന്നത് എന്ന് കണക്ക് പുറത്തു വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹമാസിന്റെ നേതാക്കന്മാരെ തീവ്രവാദികളാണെന്ന് പറയുമ്പോൾ ആ ഹമാസ് നേതാവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, അമേരിക്ക വിമാനവാഹിനി കപ്പൽ കൊടുത്തില്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ഹമാസിന്റെ നേതാവ് പറഞ്ഞത് ഒരു വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താ, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബദർ യുദ്ധം നടന്നു ഹിജറ 2-ൽ, ഉഹദ് യുദ്ധം നടന്നു ഹിജറ 3-ൽ. അബൂ സുഫിയാൻ 2 യുദ്ധങ്ങളിലും പരാജയപ്പെട്ടപ്പോൾ അബൂ സുഫിയാൻ നബി തങ്ങളുടെയും സഹാബത്തിന്റെയും മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, അടുത്ത വർഷം ബദറിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, തന്റെ ഇടമുണ്ടെങ്കിൽ വാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, വരാം, നമുക്കൊന്നുകൂടെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. ആ ഹിജറയുടെ 3-ാം വർഷം 4-ാം കൊല്ലം അഥവാ ബദർ കഴിഞ്ഞ് ഉഹദ് കഴിഞ്ഞ് പിറ്റേ വർഷം ആ സമയമെത്തിയപ്പോൾ നബിയും സ്വഹാബാക്കളുടെ മുമ്പിൽ വന്ന ആളുകൾ പറഞ്ഞു, അവർ വളരെ കാര്യമായി തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാ. എല്ലാ പരാജയങ്ങളും തൊട്ടറിഞ്ഞ മക്കക്കാര് നിങ്ങളെ തകർക്കാനുള്ള എല്ലാ കോപ്പുകളും കൂട്ടിയിട്ടാ അവർ വരുന്നത്. ആ സമയത്ത് നബിയും സഹാബാക്കളും പറഞ്ഞ മറുപടി, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകൾ നിങ്ങൾക്കെതിരെ ഇതാ ശക്തമായി നിലകൊള്ളുകയാ, ഫഖ്ശൗഹും, അവരെ പേടിക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫസാദഹും ഈമാന, അവിടെ ഈമാന വർദ്ധിച്ചത്. കാരണം വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവര് പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്ന്. അമേരിക്ക വിമാനവാഹിനി കപ്പൽ കൊടുത്തു വിട്ടു, ഇസ്രയേലിന് പിന്തുണ കൊടുത്തു, നിങ്ങളത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചയാളിനോട് ഒക്ടോബർ പകുതിക്ക് മുമ്പ് ഹമാസിന്റെ നേതാവ് പറഞ്ഞത്, ഈ ആയത്തോതിയിട്ട മറുപടി കൊടുത്തത്, ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കുകയല്ലാതെ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പ്രിയപ്പെട്ട പൊന്നുമക്കളെയും താങ്ങിയെടുത്തോടുമ്പോൾ ആംബുലൻസ് 20ഓളം വരുന്ന ആംബുലൻസുകൾ
തകർന്ന് വീണ കെട്ടിടത്തിന്റെ ഇടയിൽ നിന്ന് ബോംബേറ് കൊണ്ട് വീണ് പിടയുന്ന മക്കളെയും എടുത്തുകൊണ്ട് 20ഓളം വരുന്ന ആംബുലൻസുകൾ നിരന്ന് കിടക്കുകയാ. ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും എത്ര ട്രാഫിക് എത്ര നിലയിൽ ആ ട്രാഫിക് കുരുക്കുകൾ ഉണ്ടെങ്കിലും ആംബുലൻസ് വന്നാൽ എല്ലാവരും മാറിക്കൊടുക്കുന്നു. കേരളം അതിന് മാതൃകയാ. കാസർഗോഡ് നിന്ന് 4-5 മണിക്കൂർ കൊണ്ട്, എറണാകുളത്ത് നിന്ന് 1-2 മണിക്കൂറുകൾ കൊണ്ട്, കോഴിക്കോട് നിന്ന് 3 മണിക്കൂർ കൊണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലും SAT ഹോസ്പിറ്റലിലും ക്യാൻസർ സെന്ററിലേക്കൊക്കെ ആംബുലൻസ് വന്ന ചരിത്രം കേരളത്തിന്റെ പ്രവർത്തകർക്കുണ്ട്. ഈ ആംബുലൻസ് 20ഓളം വരുന്ന ആംബുലൻസുകളെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ബോംബ് വെച്ച് കൊന്നുകളഞ്ഞ ഈ കിരാതന്മാരുടെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുത്ത് നിൽപ്പ് നടത്തുന്ന മക്കൾ എങ്ങനെയാണ് ഭീകരവാദികളാവുക? എന്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമാണ്. ഹമാസിന്റെ പ്രവർത്തകർ, ഫലസ്തീനി പ്രവർത്തകർ എങ്ങനെയാണ് ഭീകരന്മാരാവുക? ആ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഇന്നത്തെ ഈ കറ്റാനം മഹല്ല് സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. എങ്ങനെയാണ് അവര് ഭീകരന്മാരാവുക? RSSന്റെ ഒരു പ്രവർത്തകനാണല്ലോ ഈ അടുത്ത സമയത്ത് ഇസ്രയേൽ തകർത്ത കെട്ടിടങ്ങളുടെ ഇടയിൽ 3 നില കെട്ടിടത്തിന്റെ ഒരു സ്റ്റെയർ മാത്രം ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ തകർന്നു വീണു. ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് തന്റെ ഫേസ്ബുക്ക് വാളിൽ ആ RSSന്റെ പ്രവർത്തകൻ ഒരു ക്യാപ്ഷൻ കൊടുത്തു. എന്താണെന്നറിയോ? ഹൂറിമാരെ കാണാനുള്ള സ്റ്റെപ്പ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയെല്ലാം പോയി എന്ന്. നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ ഇസ്രയേലിന്റെ കിരാതന്മാരോടുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി ഫലസ്തീൻ മക്കൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സമരങ്ങൾ നടക്കുമ്പോ ഈ ഫലസ്തീൻ മക്കളോടുള്ള പോരാട്ടങ്ങൾ, ഫലസ്തീൻ മക്കൾക്ക് ഇസ്രയേൽ കൊടുക്കുന്ന ഈ വംശഹത്യ ആകെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടർ ഇവിടത്തെ വർഗീയ ഫാസിസ്റ്റുകളാണ്. വർഗീയ ഫാസിസ്റ്റുകളിൽ ഒരുത്തം പോലും, കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തം പോലും ഇതുവരെ ഫലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ഈ നരനായാട്ട് തെറ്റാണ് എന്ന് പറയാൻ ഇവന്റെ ഒന്നും വായുന്നവരെ തുറന്നിട്ടില്ല. നമുക്കറിയുമല്ലോ, തുറക്കില്ല. കാരണം കലാപം നടത്തി പാരമ്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് അതിനെ പ്രതിഷേധിക്കാൻ കഴിയുക? സപ്പോർട്ട് ചെയ്യാനല്ലേ കഴിയുള്ളൂ. അപ്പോ വിശ്വാസികളായ നമ്മൾ, ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇതര സമുദായത്തിലെ, അങ്ങനെ ഇതര സമുദായത്തിലെ എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അഭിമാനത്തിന് വേണ്ടി പറയുന്നതാണ്. ഇവിടെ നേരത്തെ പ്രസംഗിച്ചു പോയവർ, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന, നിലവിൽ പ്രസംഗിക്കാനിരിക്കുന്നവർ, ഇവരൊക്കെയും വളരെ കൃത്യമായി നിലപാട് പറയുന്നത്, അവരൊക്കെ ഒരു അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരച്ഛനും ഒരമ്മയും ഒരു ഭാര്യയും ഒരുപാട് മക്കളുമായിട്ട് കുടുംബ ജീവിതത്തിന്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ച് ആ മനോഹരമായ കുടുംബ ജീവിതം നയിക്കുന്നവരായതുകൊണ്ടാണ് അവർക്കിങ്ങനെ പങ്കെടുക്കാൻ കഴിയുക. കെട്ടിയ പെണ്ണിനെ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരെയും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെയും ക്രൂരമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പ്രവർത്തകർക്ക് അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഫലസ്തീനെ അനുകൂലിക്കാൻ കഴിയുക? അതിൽ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല, ഒരിക്കലും അങ്ങനെ ഒരു നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ, ചിലരുടെ ഭാഗത്ത് നിന്ന് അത് അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടിയത് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനങ്ങൾ കൂടി. ഒന്ന്, ഒരു മസ്ജിദുൻ നബവിയുടെ അകത്തിരുന്നു കൊണ്ട് ഒരു സഹാബി വര്യൻ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ ഒരു കൂടപ്പറപ്പിന് ഒരു ആവശ്യം വന്നപ്പോൾ കൂടെ പോയിട്ട് അയാൾക്ക് സഹായം ചെയ്തു കൊടുത്തപ്പോൾ, നിങ്ങൾ ഏറ്റിക്കാഫിലല്ലായിരുന്നോ, ഭജന ഇരിക്കായിരുന്നല്ലോ, എന്തിനാ നിങ്ങൾ എന്നോടൊപ്പം വന്നത് എന്ന് ചോദിച്ച തന്റെ സതീർത്ഥ്യനോട് ഒരു സഹോദരനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന കാൽ ചുവടുവെപ്പുകൾക്ക് ഏറ്റിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ടെന്ന് പറയുമ്പോ ചൂനാട്ടത്തെയും കറ്റാനത്തെയും പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ തെരുവിലിറങ്ങിയിട്ട് ഫലസ്തീൻ മക്കൾ അനുഭവിക്കുന്ന വേദനകൾക്ക് ഞങ്ങൾക്ക് സങ്കടമുണ്ട്
എന്നൊന്ന് പറയാനും കൂടെ കാണിക്കുന്ന തന്റെ ഇടത്തിനാണ് ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുക. അല്ലാത്തതൊക്കെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കൊണ്ട് മാത്രം പൂർത്തീകരിക്കാനാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിൽ പോകണ്ടല്ലോ, ഒന്ന് ദുആ ചെയ്താൽ മതിയല്ലോ, കൈ വലിക്കും മുമ്പ് ഉത്തരം കിട്ടുമല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാണ് എല്ലാ കാര്യങ്ങളുടെയും സമ്പൂർണത ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. ഫലസ്തീൻ മക്കളുടെ, ആ പ്രിയപ്പെട്ട ഫലസ്തീനിലെ യുവാക്കളുടെ, യുവതികളുടെ, വൃദ്ധന്മാരുടെ, അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും ആ വിഷമങ്ങളിൽ നമ്മൾ പങ്കാളികളാകുമ്പോ നമുക്ക് പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ, സർവേശ്വരൻ തരുന്ന പ്രതിഫലം അത് വിവരണാതീതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈസാ നബി വരെയുള്ള ഒട്ടുമിക്ക പ്രവാചകന്മാരും ജനിക്കുകയും അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞതുപോലെ അസ്റാബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല, ചുറ്റും അനുഗ്രഹമാണ് എന്ന് പറഞ്ഞത് ചുറ്റും നിസ്കാര പള്ളി ഉള്ളത് കൊണ്ടല്ല. ആ പള്ളിയുടെ മസ്ജിദുൽ അഖ്സയുടെ 4 ഭാഗത്ത് അവിടുത്തെ പ്രവാചകന്മാരുടെ ഭവനങ്ങളും അവരുടെ മരണശേഷം അവിടെ ഖബറുകളും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനുഗ്രഹീതമായ ആ മണ്ണ്, ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള മിക്ക പ്രവാചകന്മാരും ജനിച്ച മണ്ണ്, ജാലൂത്ത് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരിയിൽ നിന്ന് ത്വാലൂത്ത് എന്ന് പറയുന്ന നല്ല രാജാവിന്റെ ഒരു ഇടപെടലിലൂടെ ദാവൂദ് നബിയുടെ കാലത്ത് തിരിച്ചു പിടിച്ച ബൈത്തുൽ മുഖദ്ദസ്. അതിനുശേഷം സുലൈമാൻ നബി അവിടെ ഭരണം നടത്തി ഫലസ്തീനിൽ. സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായി, യഹിയാ നബി ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായി. ഇന്ന് ജൂതന്മാര് മുസ്ലിമീങ്ങൾക്ക് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ആ പള്ളി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ കടപ്പാടുണ്ട്. ആദ്യത്തെ ഖിബിലയാ 16 മാസക്കാലം മസ്ജിദുൽ അഖ്സ, അള്ളാഹുവിന് വേണ്ടി ഭൂമിയിൽ പണി കഴിപ്പിക്കപ്പെട്ട ആദ്യത്തെ 2ാമത്തെ ഭവനമാണ്. ഒന്ന് കഅബ, 2ാമത്തേത് മസ്ജിദുൽ അഖ്സ. 40 വർഷത്തെ വ്യത്യാസത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ഇസ്ഹാഖ് നബി അവിടെ പണിയുന്നു, ഇബ്രാഹിം നബിയുടെ പിന്തുണയോടെ, സഹായത്തോടെ. മനസ്സിലാക്കണം, ഈസാ നബി അലൈഹിസ്സലാം ഭരണം നടത്തി, സക്കരിയ നബിയും യഹ്യാ നബിയും ഇമാമത്ത് നിന്ന് അവസാനം റോമിലെ ഒരു രാജാവ് അവിടെ ഭരണമേറ്റെടുത്തു. അങ്ങനെയാണ് അതിനെ വീണ്ടും തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ സെയ്ദിലൂടെയും അതിനുശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദത്ത് ബിൻ ജറാഹിലൂടെയും അത് വീണ്ടും തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ തിരിച്ചു പിടിച്ചു വരുമ്പോഴാണ് ഉമർ റളിയല്ലാഹു തആലാവിന്റെ കാലഘട്ടത്തിൽ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് ഒക്കെ തിരിച്ചു പിടിച്ച മസ്ജിദുൽ അഖ്സ കുരിശുയുദ്ധമുണ്ടായി. ആ കുരിശുയുദ്ധം നടക്കുമ്പോഴാണ് വീണ്ടും അത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ആ കുരിശുയുദ്ധത്തിൽ പിടിച്ചെടുത്ത മസ്ജിദുൽ അഖ്സയെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു പിടിച്ചു. ആ തിരിച്ചു പിടിച്ച് വളരെ സുന്ദരമായി സത്യവിശ്വാസികൾ വളരെ ആവേശത്തോടെ നോക്കിക്കണ്ടിരിക്കുമ്പോഴാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, 71 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഊടുതുണിക്ക് മറുതുണിയില്ലാതെ ആ ചിത്രം പലരും കണ്ടിട്ടുണ്ടാവും. ജൂതന്മാര് വന്ന ചിത്രം, ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ ഈ ജൂതന്മാര് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ, ഊടുതുണിക്ക് മറുതുണിയില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ നാടിന്റെ നാനാഭാഗങ്ങളിൽ കറങ്ങി നടന്നു. ഒന്ന് തലചായ്ക്കാൻ ആരും മണ്ണ് കൊടുത്തില്ല, ആരും പൊന്നു കൊടുത്തില്ല, ആരും വെള്ളം കൊടുത്തില്ല, ആരും അന്നം കൊടുത്തില്ല. അവസാനം 2 കരങ്ങൾ നീട്ടിയിട്ട് പായ വിരിച്ചു കൊടുത്ത ഫലസ്തീനികൾ, കഴിക്കാൻ ഭക്ഷണം കൊടുത്ത ഫലസ്തീനികൾ, കുടിക്കാൻ വെള്ളം കൊടുത്ത ഫലസ്തീനികൾ. അറിയോ, സൗദി അറേബ്യയിലെ അറബികളെക്കാൾ വലിയ വലിയ നല്ല മനുഷ്യരാണ് ഫലസ്തീനിലെ അറബികൾ. അറബികളിൽ ഏറ്റവും നല്ലവർ ഫലസ്തീനികളാ, ഏറ്റവും നല്ലവർ ഫലസ്തീനികളാ. മിസൈൽ എറിഞ്ഞ് ആ മിസൈൽ തകർത്ത് വീടുകൾ അവശിഷ്ടങ്ങൾ ബാക്കിയായി, ബാപ്പയും ഉമ്മയും മരിച്ചു കഴിയുമ്പോൾ ആ മിസൈൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ എടുത്തുകൊണ്ടുവന്ന മക്കൾ തിരിച്ച് മിസൈൽ ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെ അമ്പെയ്യുകയോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ കല്ലെറിയുകയോ അല്ല. ആ മിസൈലിന്റെ ബാക്കി വരുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ ചെടികൾ നട്ടിട്ട് മനോഹരമായ ഒരു നല്ല പ്രപഞ്ച സ്നേഹം കാണിക്കുന്ന അവിടുത്തെ ഫലസ്തീനികൾ. അവർ ഇറക്കുന്ന സിനിമയാണ് ലോകത്തെ ഏറ്റവും നല്ല സിനിമ.
അവരുടെ പ്രൊഡക്ഷനാണ് ലോകത്തെ ഏറ്റവും വലിയ മേന്മയുള്ളത്. അവരുടെ സ്വഭാവമാണ് അറബികളുടെ ഏറ്റവും നല്ല സ്വഭാവം. ആ ഫലസ്തീനികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടിക്കാൻ വെള്ളം കൊടുത്ത്, കഴിക്കാൻ ഭക്ഷണം കൊടുത്ത്, കിടക്കാൻ പായ വിരിച്ചു കൊടുത്തു. അവസാനം അവരെ ആ നാട്ടിൽ നിന്ന് നാട്ടിപ്പായിപ്പിച്ചിട്ട് ജൂതന്മാരെ കയ്യേറി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് വരുന്നത് ഒലീവ് മരത്തിന്റെ മണമല്ല. ഇപ്പൊ വരുന്നത് ഒലീവ് മരത്തിന്റെ മണമല്ല വരുന്നത്, അത്തിമരത്തിന്റെ മണമല്ല വരുന്നത്. അവിടെ നിന്ന് വരുന്നത് റൈഹാൻ പുഷ്പത്തിന്റെ മണമാണ്. അവിടെ നിന്ന് വരുന്നത് കസ്തൂരിയുടെ വാസനയാണ്. അവിടെ ചോര ചാലിട്ടൊഴുകുമ്പോൾ അതിന് പനിനീർ പുഷ്പത്തിന്റെ മണം, കസ്തൂരിയുടെ വാസനയാണ്. അവിടെ രക്തം രക്തസാക്ഷിത്വത്തിന്റെ രക്തമാണ്. അവരുടെ ശരീരം പരിപാവനമാണ്. നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഈ രക്തസാക്ഷികൾക്ക് വേണ്ടി സഹസ്ര കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് കറ്റാനത്തിരുന്നു കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ലിസ്റ്റിൽ പുണ്യവാന്മാരാണ്. ഒരിക്കലും പീഡിതനോടൊപ്പവും മർദ്ദിതനോടൊപ്പവും മൽനൂമിനോടൊപ്പവുമാണ് പടച്ചവനുള്ളത്. ലാലിമിനോടൊപ്പവും പീഡകനോടൊപ്പവും മർദ്ദകനോടൊപ്പമാണ് എപ്പോഴും ശൈത്താനും പൈശാചികതയും ഉണ്ടാവുക. അതുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കാളിയായ ഒരാളെയും അല്ലാഹു നശിപ്പിക്കുകയില്ല, പാഴാക്കുകയില്ല. അങ്ങനെ ഫലസ്തീൻ മണ്ണിൽ കടമാക്രമണം നടത്തി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആഗ്രഹിച്ചു പോകുന്നത് അവര് ഒരു ജൂതരാഷ്ട്രം പണിയലാണ്. പക്ഷേ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിമാർ ഇനിയും പിറവിയെടുക്കുന്നു. ഹമാസിന്റെ പ്രവർത്തകരിലൂടെ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നു, നിങ്ങൾ തടങ്കലിലാക്കിയിരിക്കുന്ന ഇസ്രായേലികളെ തിരിച്ചു തരണമെന്ന്. ഹമാസിന്റെ പ്രവർത്തകർ പറയുന്നു, തിരിച്ചു തരാം. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ നരനായാട്ട് അവസാനിപ്പിക്കുക. ഇസ്രായേലിന്റെ ജൂതരാഷ്ട്രത്തിനോട്, അമേരിക്കയുടെ ഇരുളിന്റെ സന്തതികളോട്, ജൂത പിശാചുക്കളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളൊന്ന് നിർത്തി നോക്ക്. ഒരു സൂര്യോദയത്തിൽ നിങ്ങളുടെ ഈ പണി അവസാനിപ്പിച്ച് അടുത്ത സൂര്യാസ്തമയം വരെ ഒന്ന് പ്രതീക്ഷിക്കുക. പിറ്റത്തെ സൂര്യോദയം നിങ്ങൾക്ക് ശാന്തമാകും. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രകൃതി പോലും നിങ്ങൾക്കെതിരാകുന്ന ഒരു കാലമുണ്ട്. പ്രകൃതി പോലും എതിരാകും. ഹദീസുകളിൽ കാണാം, ദജ്ജാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകരൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ, അത്തഹിയാത്ത് ഓതിയിട്ട് അവസാനം മസീഹ് ദജ്ജാലിൽ നിന്ന് കാവൽ തേടിയിട്ടാണ് ഓരോരുത്തരും സലാം വീട്ടുന്നത്. ഈ ദജ്ജാലിനോടൊപ്പം ബാബുലുദ് എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്രായേലിന്റെ എയർപോർട്ടിൽ ദജ്ജാൽ ഓടിയെത്തുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ച് ഉപ്പ് വെള്ളത്തിൽ വീണുന്ന ഉപ്പ് കല്ല് പോലെ ഉരുകി ഒലിച്ച് അവസാനം ദജ്ജാൽ ശോഷിച്ച് ആ ദജ്ജാല് ബാബുലുദ് എന്ന് പറയുന്ന ഇസ്രായേൽ എയർപോർട്ടിലേക്ക് ഓടിയെത്തുമ്പോ ആ ഇസ്രായേലിന്റെ എയർപോർട്ടിന്റെ ഭാഗത്ത് വെച്ച് മഹാനായ ഈസാ നബി വകവരുത്തുന്ന ദജ്ജാല്, ആ ദജ്ജാലിനെ കൊന്നു കഴിയുമ്പോ ദജ്ജാലിന് പിന്തുണ കൊടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരിക്കുന്ന 70,000 ജൂതന്മാരാ. ആ ജൂതന്മാര് നിൽക്കക്കള്ളിയില്ലാതെ ഓടി ഒളിച്ച് മരച്ചില്ലകളിലും വൃക്ഷശിഖരങ്ങളിലും വൃക്ഷത്തിന്റെ മൂടുകളിലും പാറക്കെട്ടിന്റെ പിന്നിലും ഒളിക്കുമ്പോ കൂടെ നടക്കുന്ന ഹമാസിന്റെ പ്രവർത്തകരെ പാറക്കൂട്ടങ്ങളും വൃക്ഷത്തിന്റെ ശിഖരങ്ങളും വിളിച്ചിട്ട്, യാ അബ്ദുല്ലാ യാ മുസ്ലിം തആൽ വറാഇ യഹൂദിയുൻ ഫഖ്തുൽഹു, കൊന്നുകളയടാ വന്നിട്ടെന്ന് പറയുന്ന പാറക്കൂട്ടങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അന്ന് നെതന്യാഹു ഉണ്ടാവൂല, അന്ന് ബ്രിട്ടന്റെ നേതാക്കന്മാരുണ്ടാവൂല, അന്ന് ജോ ബൈഡൻ ഉണ്ടാവൂല, അന്ന് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാവൂല, അന്ന് വർഗീയ ഫാസിസ്റ്റ് ദുശക്തികൾ ഉണ്ടാവുകയില്ല, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരുത്തനും ഉണ്ടാവൂല. അന്നുണ്ടാകുന്നവർക്ക് ആ ശബ്ദം കേൾക്കാം. അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടുകൂടി ഇസ്രായേൽ നടത്തുന്ന കിരാതവാഴ്ചക്കെതിരെ പോരാടിയിട്ട് ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കാളികളായ കറ്റാനത്തുകാരെ നിങ്ങളും കാണൂല, ഞാനും കാണൂല. നാളത്തെ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം. ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്താൽ മാത്രം പോരാ, പിറന്നു വീഴുന്ന മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം. മക്കളെ, ജൂതന്മാരെ കൊന്നൊടുക്കിയ ഫലസ്തീൻ മക്കളുടെ ചോരയുടെ ശാപമാണിത് എന്ന് പറഞ്ഞു കൊടുത്താൽ, പള്ളിക്കകത്തിരുന്ന് 4 മതിൽക്കെട്ടിനകത്ത് ദുആ ചെയ്താൽ മാത്രം പോരാ, പുറത്തിറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ കൂടി മനസ്സ് കാണിക്കണം. ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ പ്രവർത്തിച്ച് തേയുന്നതല്ലേ നല്ലത്. ആ ഒരു ആപ്തവാക്യം ഞാൻ ഉണർത്തിക്കൊണ്ട് 90% വരുന്ന ജൂതന്മാരെ ക്രൂരമായിട്ട് കൊന്നൊടുക്കിയ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയായ ഹിറ്റ്ലറെ അവസാനം ജനങ്ങളെ തള്ളിപ്പറഞ്ഞു. ഹിറ്റ്ലർ അവസാനം ഒരു വാക്ക് പറഞ്ഞു നിർത്തി. 90% വരുന്ന
ജൂതന്മാരെ കൊന്നപ്പോൾ എന്നെ തീവ്രവാദിയാക്കി. നമ്മൾ വെള്ളപൂശുന്നില്ല ഹിറ്റ്ലറെ, തീവ്രവാദി എന്നും തീവ്രവാദി തന്നെയാണ്. കള്ളു കുടിച്ചു ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ അത് ഹലാലാണെന്ന് പറയാൻ നമ്മളില്ല. അതുപോലെ കൊല്ലുന്നത് കാലവും കൊലപാതകം ലോകത്ത് നാശം തന്നെയാണ്, ആരും ആരെയും കൊല്ലണ്ട. അതുകൊണ്ട് തന്നെ 90% വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ പറഞ്ഞു 10% വരുന്ന ജൂതന്മാരെ ഞാൻ ബാക്കി വെക്കുകയാ. എന്തിനെന്നറിയോ? നാളെ കറ്റാനത്തുകാര് പറയും, ഹിറ്റ്ലറെ നീ ചെയ്തത് അക്രമമായി പോയി. 90% വരുന്ന ജൂതന്മാരെ കൊന്നതല്ല, 10% വരുന്ന ജൂതന്മാരെ ബാക്കി വെച്ചത്. ആ ഒരു നാള് അനധിവിദൂര ഭാവിയിൽ ഇനിയും ലോകം ജനത സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടൊപ്പം ഈ പ്രവർത്തന മേഖലകൾ കൂടി ഉണ്ടായി നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി എല്ലാ നിലയിലും പ്രവർത്തിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, ഇസ്രയേൽ ഒരിക്കലും അവരുടെ ഭൂമിയാണെന്ന് വാദിക്കുമ്പോ, അല്ലടോ ഇസ്രയേൽ നിങ്ങൾ പറയുന്നത് പോലെ ഫലസ്തീൻ നിങ്ങളുടെ മണ്ണല്ല. കാരണം അബ്രഹാം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ കൈപിടിച്ച് കഅബയുണ്ടാക്കി. അതിനുശേഷം ഇബ്രാഹിം എന്ന് പറയുന്ന പിതാവ് ഇസ്ഹാഖ് എന്ന് പറയുന്ന മകന്റെ കൈപിടിച്ച് 40 കൊല്ലത്തിന് ശേഷം ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കി. ആ വാപ്പ ഇബ്രാഹിം, മകൻ ഇസ്ഹാഖ് വളർന്നു കല്യാണം കഴിച്ചു. ആ ഇസ്ഹാഖിന്റെ മക്കള് ഒരു മോനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. യാക്കോബ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ആ യാക്കോബ എന്ന് പറയുന്ന ഇസ്ഹാക്കിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഇസ്രയേൽ എന്നാണ്. ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം അറബിയിൽ മെയിൻ ചെയ്താൽ അള്ളാന്റെ അടിമയെന്ന, അബ്ദുള്ള എന്ന. ആ ഇസ്രയേൽ എന്ന ഹിബ്രു ഭാഷയിലും അറബിയിൽ അബ്ദുള്ള എന്നും പേരുള്ള ആ ഇസ്ഹാഖ് എന്ന് പറയുന്ന ആളിന്റെ മകന്റെ പേര് യാക്കൂബ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ യാക്കൂബ് നബിക്ക് 12 മക്കളിൽ ഒരു മോന്റെ പേര് യഹൂദ എന്ന. ആ പരമ്പരയ്ക്ക് പറയുന്നതാണ് ജൂതന്മാരെന്ന്. അങ്ങനാടാ നിങ്ങളുടെ വാപ്പ യാക്കൂബ് നബി, അദ്ദേഹത്തിന്റെ വാപ്പ ഇസ്ഹാഖ് നബി, അദ്ദേഹത്തിന്റെ വാപ്പ ഇബ്രാഹിം നബിയുടെ മണ്ണ് നിങ്ങളുടെ മണ്ണാവുക. ഖുർആൻ പറഞ്ഞത് മാക്കാന ഇബ്രാഹിം യഹൂദിയ, ഇസ്രയേൽ പ്രതിദാനം ചെയ്യുന്ന യഹൂദി അല്ല ഇബ്രാഹിം നബി. വലാ നസ്രാനിയ, ജോ ബൈഡൻ പ്രതിദാനം ചെയ്യുന്ന ക്രിസ്ത്യാനിയും അല്ല. അവസാനം കൂടെ ഞാൻ പറയട്ടെ, വമാ കാന മിനൽ മുശ്രിക്കി, നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന ഫാസിസ്റ്റ് ഒരു മുശ്രിക്കും അല്ല. ആര്? ഇബ്രാഹിം നബി. പിന്നെ ആരാ? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, പെടഞ്ഞു വീടുന്ന ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി ഫലസ്തീൻ മണ്ണിൽ പെടഞ്ഞു മരിക്കുന്ന അവിടത്തെ ഹമാസിന്റെ പ്രവർത്തകരടക്കമുള്ള ഫലസ്തീൻ മക്കളുടെ പ്രിയപ്പെട്ട നേതാവാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മണ്ണ് ജൂതന്മാരുടെ മണ്ണല്ല, അതിന്റെ അവകാശികൾ ഫലസ്തീനികൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ അർത്ഥങ്ങൾക്കപ്പുറത്ത് ആരെന്തു പറഞ്ഞാലും ആ പറയുന്നത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. തട്ടമിട്ട ഉമ്മയുടെ മകനും പൊട്ടുതൊട്ട അമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഫലസ്തീൻ മക്കൾക്ക് അനുകൂലമായി, ഇസ്രയേലിനെതിരായി, അന്ന് ഇന്ത്യ രാജ്യത്തിന് അനുകൂലമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതുപോലെ സമരം ചെയ്ത് ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം പോലെ ഫലസ്തീനൊരു സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനപ്പുറത്ത് പ്രസംഗിക്കുന്ന ഈ കാപ്പിപ്പൊടി അച്ഛന്മാരെ പോലുള്ള അച്ഛന്മാരെ പൂർണ്ണമായിട്ട് അങ്ങ് അവഗണിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന, ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ കുതിര കയറുന്ന ഒരുത്തനെ നമുക്ക് അംഗീകരിക്കണ്ട. ഇവിടെ ഒരൊറ്റ ഹിന്ദു ആക്രമിക്കപ്പെടാൻ പാടില്ല, ഒരു മുസ്ലിമും ആക്രമിക്കപ്പെടാൻ പാടില്ല, ഒരു ക്രിസ്ത്യാനിയും ആക്രമിക്കപ്പെടാൻ പാടില്ല. ഇവിടെ എല്ലാവർക്കും അവരുടെ മതം പ്രബോധനം ചെയ്യണം, അവരുടെ മതം അനുസരിച്ച് ജീവിക്കണം, ഇവിടെ എല്ലാവർക്കും സുന്ദരമായി കഴിയണം. അങ്ങനെ ഒരു നല്ല പ്രഭാതം നാളെയിൽ ആ കിരണങ്ങൾ, അരുണന്റെ കിരണങ്ങൾ കിഴക്കൻ ചക്രവാള സീമയിൽ ഉദയം കൊള്ളട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും ഫലസ്തീൻ മക്കളോടൊപ്പം പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.